കൂട്ടുകാരെ, വെൽക്കം ടു റൈസ് ടു ആർ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് AHN പാർട്ട് 1ന്റെ പ്രീവിയസ് ഇയർ അതുപോലെ തന്നെ പോസിബിൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് AHN പാർട്ട് 1 വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആണ്. സെക്കൻഡ് ചാപ്റ്റർ ഇൻട്രാ ഓപ്പറേറ്റീവ് കെയർ. സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് നഴ്സിംഗ് കെയർ ഓഫ് പേഷ്യൻസ് വിത്ത് കോമൺ സൈൻസ് ആൻഡ് സിംറ്റംസ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ്. ഫോർത്ത് ചാപ്റ്റർ നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യൻസ് വിത്ത് റെസ്പിറേറ്ററി പ്രോബ്ലം. ഫിഫ്ത്ത് എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് വരുന്ന ആൾക്കാരുടെ. സിക്സ് എന്ന് പറയുമ്പോൾ കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ്. സെവൻത് ബ്ലഡ് ഡിസോർഡേഴ്സ്. എയ്ത്ത് എന്ന് പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റം റിലേറ്റഡ് ഡിസോർഡേഴ്സ്. നയൻത് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻഡോക്യുമെന്ററി സിസ്റ്റം റിലേറ്റഡ് ഡിസോർഡേഴ്സ്. 10th മസ്കുലോസ്കെലിറ്റൽ പ്രോബ്ലംസ് ആൻഡ് 11th എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അങ്ങനെ ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് AHN പാർട്ട് 1 കവർ ചെയ്യാനുള്ളത്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ നിർബന്ധമായും മറക്കാതെ പഠിച്ചിട്ട് കൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഈ ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് ഒന്ന് അറ്റ്ലീസ്റ്റ് വായിച്ചിട്ടെങ്കിലും പോകാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി 2 മാർക്കിന് വരാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് വൂൺസ് 2 മാർക്കിന് പ്രതീക്ഷിക്കാം. സ്റ്റേജസ് ഓഫ് വൂണ്ട് ഹീലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കാതെ നോക്കിയിട്ട് വേണം. ഹീമോസ്റ്റാസിസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി സ്റ്റേജ് ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് സ്റ്റേജ് ഉണ്ട്, പ്രോലിഫറേറ്റീവ് സ്റ്റേജ് ഉണ്ട്, അതുപോലെ മച്ചുറേഷൻ സ്റ്റേജ്. അങ്ങനെ 4 സ്റ്റേജസ് ആണുള്ളത്. അതിന്റെ പിക്ചർ കൂടി ഒന്ന് നോക്കി വയ്ക്കുക, അതുപോലെ തന്നെ എക്സ്പ്ലനേഷനും അറിഞ്ഞിരിക്കുക. അടുത്ത ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രീ ഓപ്പറേറ്റീവ് നഴ്സിംഗ് അസസ്മെന്റ് അല്ലെങ്കിൽ നഴ്സിംഗ് മാനേജ്മെന്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് നഴ്സിംഗ് മാനേജ്മെന്റ്. നഴ്സിംഗ് മാനേജ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം നഴ്സിംഗ് അസസ്മെന്റും നഴ്സിംഗ് ഇന്റർവെൻഷൻസും അതുപോലെ നഴ്സിംഗ് ഡയഗ്നോസിസും ഇൻക്ലൂഡ് ചെയ്ത് 3 ഹെഡിങ് വൈസ് എഴുതാൻ ശ്രമിക്കുക. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ടൈപ്സ് ഓഫ് അനസ്തേഷ്യ, അതും ലിസ്റ്റ് ഡൗൺ എന്ന രീതിയിൽ ചോദിക്കാം. ടൈപ്സ് ഓഫ് ഇൻഫെക്ഷൻ അല്ലെ ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 2 മാർക്കിന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകാം. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രാ ഓപ്പറേറ്റീവ് കെയർ ആണ്. ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദി സോൺ ഇൻ OT. OTയിലുള്ള 4 സോണുകൾ ഏതൊക്കെയാണ്? അത് 2 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാം. അപ്പൊ ഏതൊക്കെയാണ് 4 സോൺ വരുന്നത്? പ്രൊട്ടക്റ്റീവ് സോൺ ഉണ്ട്, ക്ലീൻ സോൺ ഉണ്ട്, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. അങ്ങനെ 4 സോൺ ആണ് വരുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കുക. വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്യൂസസ് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സ്യൂസസ് അബ്സോർബിൾ ഉണ്ട്, നോൺ അബ്സോർബിൾ ഉണ്ട്, നാച്ചുറൽ, സിന്തറ്റിക്, അങ്ങനെ പല ടൈപ്സ് ഓഫ് സ്യൂസസ് ഉണ്ട്. അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻട്രാ ഓപ്പറേറ്റീവ് നഴ്സിംഗ് മാനേജ്മെന്റ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് നഴ്സിംഗ് മാനേജ്മെന്റ് പഠിച്ചു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്ന ഒരെണ്ണമാണ് ഇൻട്രാ ഓപ്പറേറ്റീവ് നഴ്സിംഗ് മാനേജ്മെന്റ് എങ്ങനെയായിരിക്കും. ഒരു സർജറിക്ക് ഇടയിൽ ഒരു സ്റ്റാഫ് നഴ്സിന്റെ അല്ലെങ്കിൽ ഒരു OT നഴ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് നഴ്സിംഗ് മാനേജ്മെന്റ് എവിടെ ചോദിച്ചാലും നിങ്ങൾ 3 ഹെഡിങ്ങളിൽ മാക്സിമം എഴുതാൻ ശ്രമിക്കുക. 1 നഴ്സിംഗ് അസസ്മെന്റുകൾ, എന്തൊക്കെ അസസ്മെന്റുകൾ നമ്മൾ ചെയ്യുന്നു. 2 നഴ്സിംഗ് ഇന്റർവെൻഷൻസ്. 3 എന്ന് പറയുന്ന നഴ്സിംഗ് ഡയഗ്നോസിസ്. അങ്ങനെ 3 ഹെഡിങ്ങിൽ എഴുതാൻ ശ്രമിക്കും. നമ്മുടെ 3rd യൂണിറ്റ് വരുന്ന നഴ്സിംഗ് കെയർ ഓഫ് പേഷ്യന്റ് വിത്ത് കോമൺ സൈൻസ് ആൻഡ് സിംറ്റംസ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഷോക്ക് ആണ്. ഷോക്കിന്റെ എല്ലാ ഹെഡിങ്ങും നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കുക. ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ടൈപ്സ്, ഇറ്റിയോളജി, സ്റ്റേജസ് ഓഫ് ഷോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ അതെടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഓഫ് ഷോക്ക്. ഇതിൻ്റെ അകത്ത് പല ടൈപ്സ് ഉണ്ട്. പല ടൈപ്സിന്റെ പത്തോഫിസിയോളജി ഒന്ന് നോക്കി വെക്കാൻ ഓർക്കുക. ചിലപ്പോൾ ഇങ്ങനെ തന്നെ മാനേജ്മെന്റ് ഓഫ് ഹൈപ്പോവോളിമിക് ഷോക്ക് എന്ന് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ പത്തോഫിസിയോളജി ഓഫ് ന്യൂറോജനിക് ഷോക്ക് എന്ന് മാത്രം എടുത്ത് ചോദിക്കാം. എങ്ങനെ വന്നാലും എഴുതാൻ മാത്രം നമ്മളത് അറിഞ്ഞിരിക്കുക. വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് പെയിൻ, അതുപോലെ തന്നെ ഫിസിയോളജി ഓഫ് പെയിൻ. ഈ 2 ക്വസ്റ്റ്യനും ഈ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ് വിത്ത് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ മാത്രം പോർഷൻസ് ഒന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്സ് തന്നെയാണ്.
ഓക്കെ, അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകേണ്ട കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ടോൺസിലൈറ്റിസ് ആണ്. ടോൺസിലൈറ്റിസ് സിമ്പിൾ ആണെന്ന്, ചെറിയ ടോപ്പിക് ആണെന്ന് കരുതി തള്ളിക്കളയണ്ട. ടോൺസിലൈറ്റിസിന്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് നഴ്സിംഗ് മാനേജ്മെന്റ്, ടോൺസിലക്ടമിയുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് നഴ്സിംഗ് മാനേജ്മെന്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ COPD, പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് COPD. COPD A to Z കാര്യങ്ങൾ എന്താണ്, ഇപ്പൊ ഡെഫിനിഷൻ മുതൽ നഴ്സിംഗ് മാനേജ്മെന്റ് വരെ എല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ പ്ലൂറൽ എഫ്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂമോണിയയുടെ ഇറ്റിയോളജി വരുന്നുണ്ട്. മാനേജ്മെന്റ്, നഴ്സിംഗ് മാനേജ്മെന്റ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉള്ള ഒരെണ്ണമാണ് ലങ് ആപ്സിസിന്റെ പത്തോഫിസിയോളജി ഒന്ന് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ മാനേജ്മെന്റ് നോക്കിയിരിക്കുക. ബ്രോങ്കിയൽ ആസ്മ, COPD പോലെ തന്നെ ബ്രോങ്കിയൽ ആസ്മ ഒരു essay വരെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പൾമണറി എംബോളിസം 5 മാർക്കിന് വരാൻ ചാൻസ് ഉള്ളതാണ്. പൾമിനറി TB വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കുക. പിന്നെ വരുന്ന ഒരെണ്ണമാണ് വെന്റിലേറ്റർ, മോഡ്സ് ഓഫ് വെന്റിലേറ്റർ, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ 2 മാർക്കിന്റെ ലിസ്റ്റ് ഡൗൺ എന്ന രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന് എക്സ്പ്ലെയിൻ എന്ന രീതിയിലും ചോദിക്കാം. ഇത് കൂടാതെ നഴ്സസ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ പേഷ്യന്റ് ഓൺ വെന്റിലേറ്റർ, അല്ലെങ്കിൽ വീനിങ് ചെയ്യുന്ന സമയത്തുള്ള നഴ്സസ് റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വെന്റിലേറ്റർ ആയിരിക്കുന്ന സമയത്ത് നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നഴ്സിംഗ് മാനേജ്മെന്റ് എങ്ങനെയാണ്, അതൊക്കെ നമ്മളോട് എടുത്തു ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് വെന്റിലേറ്റർ എന്ന പോർഷൻ്റെ അകത്ത് നഴ്സിംഗ് മാനേജ്മെന്റ് കുറച്ചുകൂടി നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ഓർക്കുക. പിന്നെ പോസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടെക്നിക്സ് ഓഫ് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ. ഏതൊക്കെ ടെക്നിക്സ് ത്രൂ ആണ് നമുക്ക് ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്? ഏതൊക്കെയുണ്ട്? നമ്മുടെ യൂണിവേഴ്സൽ പ്രോക്സ് ഉണ്ട്, ഫേസ് മാസ്ക് ഉണ്ട്, വെഞ്ചൂരി മാസ്ക് ഉണ്ട്, അതുപോലെ നോൺ ബ്രീത്തർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ട്രക്യോസ്റ്റമി ഉണ്ട്. അങ്ങനെ പല ടെക്നിക്സ് ഉണ്ട്. അങ്ങനെ ഏതൊക്കെ ടെക്നിക്സ് ത്രൂ ആണ് നമുക്ക് ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഇതൊക്കെ നന്നായിട്ടൊന്ന് നോക്കിയിരിക്കുക. ഇത്രയും ടോപ്പിക്സ് ആണ് മറക്കാതെ നിങ്ങൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്നും അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രോബ്ലംസ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ CA stomach അല്ലെ ഗ്യാസ്ട്രിക് ക്യാൻസർ ആണ്. CA stomachന്റെ സർജിക്കൽ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ സർജിക്കൽ മാനേജ്മെന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. സർജിക്കൽ മാനേജ്മെന്റ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നഴ്സിംഗ് മാനേജ്മെന്റും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പെപ്റ്റിക് അൾസർ ഡെഫിനിഷൻ, ഇറ്റിയോളജി, അതുപോലെ തന്നെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, മാനേജ്മെന്റ് എല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ലിവർ സിറോസിസും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഹെപ്പാറ്റിക് ഫെയിലിയറും ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. പാൻക്രിയാറ്റൈറ്റിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 5 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരെണ്ണമാണ് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ. essay ക്വസ്റ്റ്യൻ ആയിട്ടും വരാൻ മാത്രമുള്ള പോർഷൻസ് ഉള്ള ഒരെണ്ണമാണ് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൻഡിസൈറ്റിസും 5 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരെണ്ണമാണ്. പിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹെർണിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടൈപ്സ് ആണ്. പല ടൈപ്സ് ഓഫ് ഹെർണിയ ഉണ്ട്. ഇൻക്വൈനൽ ഹെർണിയ ഉണ്ട്, അബ്ഡോമിനൽ ഹെർണിയ ഉണ്ട്, അങ്ങനെ പല ടൈപ്സ് ഓഫ് ഹെർണിയ ഉണ്ട്. അപ്പൊ ഹെർണിയയുടെ ടൈപ്സ് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അൾസറേറ്റീവ് കൊളൈറ്റിസും അതുപോലെ തന്നെ ക്രോൺസ് ഡിസീസും. അത് രണ്ടും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് എ പേഷ്യന്റ് വിത്ത് കൊളോസ്റ്റോമി അല്ലെ സ്റ്റോമയുള്ള പേഷ്യൻസിന്റെ നഴ്സിംഗ് മാനേജ്മെന്റ് എങ്ങനെയാണ്. അപ്പൊ അതിനുള്ള നഴ്സിംഗ് മാനേജ്മെന്റ് കൂടി ഒന്ന് വായിച്ചിരിക്കാൻ ഓർക്കുക. അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് നിങ്ങൾ മറക്കാതെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പഠിച്ചിരിക്കേണ്ടേ. അപ്പൊ നിങ്ങളുടെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ആവട്ടെ, റെസ്പിറേറ്ററി സിസ്റ്റം ആവട്ടെ, ഏതൊരു സിസ്റ്റത്തിൽ നിന്നും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ആണ് നിങ്ങളോട് ഇപ്പൊ 5 മാർക്കിന് ചോദിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് അപ്പൻഡിസൈറ്റിസ് എടുക്കാം. 5 മാർക്കിന് നമുക്ക് അപ്പൻഡിസൈറ്റിസ് ചോദിച്ചു എന്നിരിക്കട്ടെ, നമ്മൾ എങ്ങനെയാണ് അതൊന്ന് എഴുതേണ്ടത്? നമ്മൾ ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അപ്പൻഡിക്സിനെ പറ്റി ജസ്റ്റ് 2 ലൈൻ എന്താണ് അപ്പൻഡിക്സ് എന്ന് എഴുതാം. രണ്ടാമത്തെ ലൈൻ ഡെഫിനിഷൻ ആയിട്ട് അപ്പൻഡിസൈറ്റിസ് എന്താണെന്ന് എഴുതാം. പിന്നെ നമ്മൾ അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എഴുതുന്നു, ഇറ്റിയോളജി എഴുതുന്നു, പിന്നെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്, അതുപോലെ തന്നെ പിന്നെയാണ് നമ്മൾ മാനേജ്മെന്റ് വരുന്നത്. മാനേജ്മെന്റ് വരുമ്പോൾ നമ്മൾ 3 ഹെഡിങ്ങിലായിട്ട് മാനേജ്മെന്റ് എഴുതാൻ ഓർക്കുക. ഒന്നാമത്തെ ഹെഡിങ് എന്ന് പറയുന്നത് മെഡിക്കൽ മാനേജ്മെന്റ് ആണ്. മെഡിക്കലി നമുക്ക് എങ്ങനെ അപ്പൻഡിസൈറ്റിസ് ഇത് ചെയ്യാൻ പറ്റും, റിലീവ് ചെയ്യാൻ പറ്റും, മെഡിസിൻസ് എങ്ങനെയാണ്, അല്ലെ പേഷ്യന്റ് പൊസിഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഈ മെഡിക്കൽ മാനേജ്മെന്റിന്റെ അകത്ത് വരുന്നത്.
സെക്കൻഡ് എന്ന് പറയുമ്പോൾ സർജിക്കൽ മാനേജ്മെന്റ് ആണ് വരുന്നത്. സർജിക്കൽ മാനേജ്മെന്റ് അപ്പൻഡിസെക്ടമി ആണ് വരുന്നത്. ആ സർജിക്കൽ മാനേജ്മെന്റിനെ പറ്റി ഒരു സെന്റൻസ്, 1-2 സെന്റൻസ് എഴുതുക. പിന്നെ മൂന്നാമത് വരുന്നതാണ് നഴ്സിംഗ് മാനേജ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു നഴ്സിംഗ് മാനേജ്മെന്റ് എഴുതുമ്പോൾ അതിനകത്ത് ഇന്റർവെൻഷൻസും നഴ്സിംഗ് ഡയഗ്നോസിസും എഴുതാൻ ഓർക്കുക. നിങ്ങൾ നഴ്സിംഗ് ഡയഗ്നോസിസ് എവിടെയൊക്കെ എഴുതുന്നു അതിനൊക്കെ നല്ല രീതിയിൽ മാർക്ക് വീഴാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് മാക്സിമം നിങ്ങൾ നഴ്സിംഗ് ഡയഗ്നോസ് ആഡ് ചെയ്യാൻ ഓർക്കുക. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഇങ്ങനെ 5 മാർക്ക് എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. അതിനൊപ്പം നിങ്ങൾ ഒന്നും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഹെഡിങ്ങുകളിനകത്ത് മാക്സിമം പോയിന്റ്സ് ആഡ് ചെയ്യാൻ ഓർക്കുക. ഒന്നും എടുത്ത് ഇങ്ങനെ നീട്ടിപ്പിടിച്ച് സെന്റൻസ് വൈസ് കുറെ എക്സ്പ്ലനേഷൻ എഴുതി വെക്കേണ്ടതായ ആവശ്യം വരുന്നില്ല. കാരണം 5 മാർക്കിന് നമുക്ക് എഴുതിയാൽ മതിയാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് എഴുതേണ്ടത്. നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണ്. ഈ ചാപ്റ്ററും അത്യാവശ്യം വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. ഇതിന്റെ അകത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് അന്യൂറിസം. 5 മാർക്കിന് ചോദിക്കാം, ലിസ്റ്റ് 2 മാർക്കിന് ചോദിക്കാം. അന്യൂറിസം ഒന്ന് നോക്കി വെക്കുക, വിത്ത് ഡയഗ്രാം ഒന്ന് വരച്ച് പഠിച്ചിരിക്കുക. അടുത്തുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാർട്ട് ബ്ലോക്ക് ആണ്. ഹാർട്ട് ബ്ലോക്ക് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാം. മാനേജ്മെന്റ് ചോദിക്കാം, ടൈപ്സ് ചോദിക്കാം, അങ്ങനെ അതിന്റെ എല്ലാം നോക്കിയിരിക്കുക. അതുപോലെ ഹാർട്ട് ഫെയിലിയർ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നന്നായിട്ട് പഠിച്ചിരിക്കുക. പിന്നെ ഉള്ള ഒരെണ്ണമാണ് കോർ പൾമനലെ. കോർ പൾമനലെ എന്ന് വേണമെങ്കിൽ ഡിഫൈൻ കോർ പൾമനലെ 2 മാർക്കിന് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഉള്ള ഒരെണ്ണമാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണം, എൻഡോകാർഡൈറ്റിസ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. എൻഡോകാർഡൈറ്റിസ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് 5 മാർക്കിന് മാത്രമായിട്ട് വേണേൽ എടുത്തു ചോദിക്കാം. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ഇപ്പൊ നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് എൻഡോകാർഡൈറ്റിസ്. ഇങ്ങനെ മാത്രം ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ആദ്യം എൻഡോകാർഡൈറ്റിസ് എന്ന് എഴുതുന്നു, ഹെഡിങ് കൊടുക്കുന്നു, ഡെഫിനിഷൻ എഴുതുന്നു. എൻഡോകാർഡിയം ഹാർട്ടിന്റെ ലെയറിന്റെ ഒരു ഇൻഫ്ലമേഷൻ, എൻഡോകാർഡിയത്തിന്റെ ഇൻഫ്ലമേഷൻ ആണ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിന്റെ കോസസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഹെഡിങ് ഒന്നുകൂടി എഴുതിയിട്ട് നല്ല വൃത്തിക്ക് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ലിസ്റ്റ് ഡൗൺ ചെയ്യണം. ഇതിൽ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം കോമൺ ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ അല്ല നമ്മൾ എൻഡോകാർഡൈറ്റിസിന് കാണുന്നതെന്ന് പറയുന്നത്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ റോത്ത് സ്പോട്ട്, ഒസ്ല സ്പോട്ട്, അതുപോലെ തന്നെ ജെയിൻവേ ലീഷൻസ്, ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് യുണീക്ക് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്, അല്ലെ യുണീക്ക് ആയിട്ടുള്ള കുറച്ച് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് നമ്മുടെ എൻഡോകാർഡൈറ്റിസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എടുത്ത് ചോദിക്കാൻ വളരെയേറെ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മാക്സിമം ആ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനെ നന്നായിട്ടൊന്ന് നോക്കിയിരിക്കാൻ ഓർക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കാർഡിയോവാസ്കുലറിൽ നിങ്ങൾ മറക്കാതെ നോക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ബ്ലഡ് ഡിസോർഡേഴ്സ് ഇൻ നഴ്സിംഗ് മാനേജ്മെന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട 2 ടോപ്പിക്സ് ആണുള്ളത്. അതെന്ന് പറയുന്നത് ഒന്ന് അനീമിയ ആണ്. അനീമിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അനീമിയയുടെ ടൈപ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ്, ക്ലാസിഫിക്കേഷൻ, മാനേജ്മെന്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതിന്റെ പ്രൊസീജിയർ ഒന്ന് അറിഞ്ഞിരിക്കുക, പ്രത്യേകിച്ച് നഴ്സിംഗ് മാനേജ്മെന്റ് കൂടി അറിഞ്ഞിരിക്കുക. ഇത് 2 മാത്രം ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാലും ബാക്കിയുള്ള കുറേയേറെ ഹെഡിങ്സ്, കുറേയേറെ ടോപ്പിക്സ് വരുന്നുണ്ട്. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല അതിന്റെ അർത്ഥം. അത് നന്നായിട്ട് തന്നെ വായിച്ചിരിക്കണം. പക്ഷെ ഈ 2 ടോപ്പിക്സ് പഠിക്കാണ്ട് നിങ്ങൾ പോവരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഡിസോർഡേഴ്സ് ആണ്. ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്, ഡിയും. അതിൻ്റെ അകത്ത് എല്ലാ ഹെഡിങ്സും A to Z എല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പിന്നെ അതിനകത്ത് തന്നെ എടുത്തു പറയാനുള്ളത് നഴ്സിംഗ് മാനേജ്മെന്റ് ആണ്. നഴ്സിംഗ് മാനേജ്മെന്റ് കോംപ്ലിക്കേഷൻ ഓഫ് ഡയബറ്റീസ് അതുകൂടി നന്നായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ ഡയബറ്റിക് ഫുഡ് മാത്രം എടുത്തു ചോദിക്കുക, അല്ലെ ഡയബറ്റിക് ഫുഡ് കെയർ എന്ന് എടുത്തു ചോദിക്കുക. ഇത് കൂടാതെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ ഇത് കൂടാണ്ട് നിങ്ങൾ എൻഡോക്രൈൻ സിസ്റ്റം പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് 1 വേർഡുകൾ 2 മാർക്കിനൊക്കെ വേണമെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദിക്കാം. ഇപ്പൊ വാട്ട് ഈസ് ക്രിറ്റിനിസം, അല്ലെങ്കിൽ വാട്ട് ഈസ് ജൈൻജാൻറ്റിസം, വാട്ട് ഈസ് ഡ്വാർഫിസം, വാട്ട് ഈസ് മിക്സഡ് ഇഡ്മ, അങ്ങനെ കുറെ ഡെഫിനിഷൻ ഡിഫൈൻ എന്ന രീതി എടുത്ത് ചോദിക്കാം. ഈ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാൻ പാടില്ല. ഏത് ഹോർമോണിന്റെ കൂടുതലല്ല കുറവ് കാരണമാണ് ഓരോ കണ്ടീഷൻ ഉണ്ടാവുന്നത്, ഓരോ ഇതിന്റെ പേരെങ്ങനെയാണ്, ഒന്നും മാറിപ്പോകാണ്ട് കൃത്യമായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ ഓർക്കുക. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിസോർഡേഴ്സ് ഓഫ് ഇന്റർകോമെന്ററി സിസ്റ്റം ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്
ഡെർമറ്റൈറ്റിസ് ഉണ്ട്, അതുപോലെ തന്നെ ഫെംഫിഗസ് ഉണ്ട്, അതുപോലെ തന്നെ സോറിയാസിസ്. ഈ 3 ടോപ്പിക്സ് നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കുക. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അതിന്റെ അടുത്ത ചാപ്റ്റർ വരുന്നത് മസ്കുലോസ്കെൽറ്റൽ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിന്റെ അകത്ത് ഏറ്റവും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രാക്ചർ ആണ്. കുറെ തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രാക്ചർ. അപ്പോൾ ഫ്രാക്ചർ എല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അതിന്റെ മാനേജ്മെന്റ് ടൈപ്സ്, പല ടൈപ്സ് ഓഫ് ഫ്രാക്ചർ ഉണ്ട്. ടൈപ്സ് ഓഫ് ഫ്രാക്ചർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിത്ത് പിക്ചർ നന്നായിട്ട് വരച്ച് അതിന്റെ പേരും കൃത്യമായിട്ട് അറിയാവുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഉള്ള ഒരെണ്ണമാണ് ആംപ്യൂട്ടേഷൻ. ആംപ്യൂട്ടേഷനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന നഴ്സിംഗ് മാനേജ്മെന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നഴ്സിംഗ് മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസും അറിഞ്ഞിരിക്കുക. പിന്നെ പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് ഓസ്റ്റിയോമൈലൈറ്റിസ് ഉണ്ട്, ആർത്രൈറ്റിസ് ഉണ്ട്, അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ്. ഇതൊക്കെ ഒരു 5 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. ഇത് കൂടാതെ ഇപ്പൊ പേജഡ് ഡിസീസ് എന്താ, അല്ലെ പോർട്ട് സ്പൈൻ എന്നാ, അതുപോലെ തന്നെ ലോഡോസിസ്, കൈഫോസിസ്, സ്കോളിയോസിസ്, ഇങ്ങനെയൊക്കെ ഡിഫൈൻ എന്ന രീതിയിൽ എടുത്തു വയ്ക്കാം. അപ്പൊ എന്ത് വായിക്കുവാണെങ്കിലും പഠിക്കുവാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ചിട്ട് എന്താണെന്നെങ്കിലും അറിഞ്ഞിരിക്കാനൊന്ന് ഓർക്കുക. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ടോപ്പിക്സുകളൊക്കെ മെയിൻ ആയിട്ട് നന്നായിട്ട് പഠിക്കാനും ഓർക്കുക. നമുക്ക് ഇനി ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ നമ്മൾ കുറേയേറെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ കമ്മ്യൂണിക്കബിൾ ഡിസീസും ഒറ്റയടിക്ക് പഠിച്ച് മുഴുവൻ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയുന്ന കുറച്ച് കമ്മ്യൂണിക്കബിൾ ഡിസീസുകളുണ്ട്. എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി, മീസിൽസ്, ചിക്കൻ പോക്സ്, മലേറിയ, അതുപോലെ തന്നെ ചിക്കൻ ഗൂനിയ, പിന്നെ വരുന്നത് പോളിയോ മൈലൈറ്റിസ്, ടെറ്റനസ്, ലെപ്രസി. ഇത്രയാണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ മാക്സിമം നന്നായിട്ട് തന്നെ പഠിച്ചേച്ചു പോവുക. ഇൻ കേസ് നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ചോദിക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇൻഫ്ലുവൻസ ചോദിച്ചു എന്നിരിക്കട്ടെ. ഇൻഫ്ലുവൻസ നിങ്ങൾ എന്തായാലും വായിക്കാണ്ട് പോയത്. ജസ്റ്റ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് എന്താണെങ്കിലും അറ്റ്ലീസ്റ്റ് അതിന്റെ സിംറ്റം എന്താണെങ്കിലും ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകാൻ ഓർക്ക്. ബാക്കിയൊന്നും നോക്കിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സിംറ്റംസ് അത് വന്നാൽ എങ്ങനെയായിരിക്കും ഒരു പേഷ്യന്റെ ബോഡിയിൽ അപ്പിയർ ചെയ്യുന്നതെന്ന് മാത്രമെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോവുക. ഇപ്പൊ ഇൻഫ്ലുവൻസ വന്നു എന്നിരിക്കട്ടെ, നമ്മൾ ഡെഫിനിഷൻ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഇന്ന സിംറ്റംസ് കോസ് ചെയ്യുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് എഴുതുന്നു. ആണ്ടെ ഇറ്റിയോളജി നമുക്കറിയാവുന്ന രീതിയിലുള്ള ഇറ്റിയോളജി എഴുതുക. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, മാനേജ്മെന്റ്, ഹെഡിങ് വൈസ് നമുക്ക് അറിയാവുന്ന രീതിയിൽ അങ്ങ് എഴുതുക. അത് നമ്മളിപ്പോ കാണാണ്ട് പഠിച്ചിട്ട് പോകണമെന്നില്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്ന കുറച്ച് പോയിന്റ്സ് വെച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നമ്മുടെ നോളജ് കൂടി കമ്പൈൻ ചെയ്ത് മാക്സിമം എലാബറേറ്റ് ചെയ്ത് എഴുതാൻ നോക്കുക. ഇപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും കംപ്ലീറ്റ് എത്രയോ 24-25ഓളം കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഓരോ കണ്ടീഷനിലും ഹൈലൈറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിരിക്കുക, അതനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയാണ് കൂട്ടുകാരെ നമ്മുടെ AHN പാർട്ട് 1ന്റെ പോസിബിൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. AHNന്റെ എക്സാമിന് നന്നായിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരെയും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.